ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടുള്ള പരിപാടിയാണ്. ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 9 മണി കറക്റ്റാണ്. ഇന്നലെ നമ്മൾക്കൊരു സിനിമ കാണാണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സിനിമ കണ്ട് ഇന്നലെ ഞാൻ ഉറങ്ങുന്നത് 12:30. അപ്പോൾ പിന്നെ രാത്രി ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കം അങ്ങോട്ട് മുറുകാതെ അങ്ങനെ കിടന്നുറങ്ങുന്നത് ഒരു 1 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ഉറങ്ങി ഞാൻ രാവിലെ എണീക്കുന്നത് 8:30 ഇപ്പോൾ ആര്യയുണ്ട് ഇവിടെ ചായ കുടിക്കണം. അതെന്താ ചായക്കടി പറയില്ലേ? ഇല്ല, രാവിലെ തന്നെ ഫാനൊക്കെ ഇട്ട് രാവിലെ തന്നെ ചൂടായി എന്ന് പറയാം. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ പണി, ഈ ഒരു പണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എനിക്ക് തീരുമാനിക്കാം എപ്പോൾ പോകണം എപ്പോൾ പോകണ്ട എന്നുള്ളതൊക്കെ. പക്ഷേ അതൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഗുണമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടോട്ടിക്കോളും. ഒരു ബാങ്കിലൊക്കെ പോകണം, ആരും പെർമിഷൻ എടുക്കേണ്ട നമുക്ക് പോകാമല്ലോ. പക്ഷേങ്കിൽ നമ്മൾക്കൊരു കൃത്യനിഷ്ഠത ഇതിൽ വല്ലാതെ ഉണ്ടാവില്ല. അതായത് രാവിലെ ഇത്ര മണിക്ക് ഇറങ്ങും, ഇത്ര മണിക്ക് പോവും, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് വേഗം മടി കുടുങ്ങിയാൽ വേഗം നിർത്തിപ്പോരും. അങ്ങനത്തെ കുറച്ച് നെഗറ്റീവും ഉണ്ട് ഇതിൽ. നേരെ മറിച്ച് നമ്മൾ ഒരാളെ കീഴിലാണെങ്കിൽ മടി പിടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ആ പണി ചെയ്യുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ തന്നെ നമ്മളിതിൻ്റെ മുതലാളിയാകുമ്പോൾ നമ്മളത് നിർത്തിപ്പോരും. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ഇന്ത്യയൊക്കെ സംഭവിച്ചില്ല. അല്ലാന്നാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 8 മണിക്ക് പണിക്ക് കയറേണ്ട ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ. 8 മണിക്ക് പണിക്ക് കയറണം. ഞാൻ 7 മണിക്ക് എണീക്കൽ നിർബന്ധമാണ്. 7 മണിക്ക് എണീക്കുകയും ചെയ്യും. മടി പിടിച്ച് കിടക്കില്ല. 8 മണിയാകുമ്പോൾ ഞാൻ സൈറ്റിലെത്തും. 5 മണിയാകുമ്പോൾ ഞാൻ പണി കയറുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ പണി തന്നെ ആയതുകൊണ്ട് ഞാൻ 7 മണിക്ക് അലാറം വെച്ച് എണീറ്റ് ഞാൻ അലാറം ഓഫാക്കി വീണ്ടും കിടന്നേക്കണം. അതൊക്കെയാണ് ഈ പണീൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾക്ക് പരിപാടികൾ കുറേയുണ്ട്. ഞാൻ രാവിലെ തന്നെ എണീറ്റൊന്ന് കുളിച്ചു, ലാപ്ടോപ്പ് ഓൺ ആക്കണം, നമ്മുടെ വീഡിയോ വരണുണ്ട്, എഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ സംഭവം കൂടി ഉണ്ട്. അവൾക്കിപ്പോൾ വലിയ രീതിയിൽ ആക്റ്റീവായിട്ട് പണിയെടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ പൈപ്പിൽ വെള്ളമുണ്ട്. ഈ വെള്ളം തന്നെ നമ്മൾ പിടിച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില്ലറ പണികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം. വണ്ടിൻ്റെ വല കഴിച്ചൊന്നിടണം. ഇന്നലെ രാത്രി വേറെ വൈകിയാണ് ഞാൻ വല ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ച കയറിയതുണ്ടെങ്കിൽ നിസ്സാര ഗ്യാപ്പ് മതി പൂച്ച കയറാൻ. പിന്നെ ബാക്കിലൊക്കെ നല്ല പൊടിയാണ്. ഞായറാഴ്ച ആവട്ടെ, നമുക്ക് ഇവിടെ ഒന്ന് അടിച്ച് തെളിച്ച് കഴുകാനുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് എന്തായാലും നമ്മളിന്ന് കഴുകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് നാളികേരിട്ടു. തെങ്ങുമെന്നെ നാളികേരിട്ടപ്പോൾ ഒരു കൊല ആകുമ്പോൾ 4-5 എണ്ണം ഒരുമിച്ച് ഇവിടെ ചാടി. അപ്പോഴേക്ക് ഈ ഷീറ്റ് കീറി. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒരെണ്ണം വാങ്ങിക്കണം. ഇപ്പോഴേക്ക് വേണ്ട, മഴ പെയ്യുമ്പോഴേക്കൊക്കെ മതി. അർജൻറ്റ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾക്കെന്താ വെച്ചാൽ സൂര്യൻ അവിടെ ഉദിക്കും, പിന്നെ അള്ളിനെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് അടിക്കില്ലേ. അപ്പോൾ ഇപ്പം തന്നെ നല്ല ചൂടാണ്. ഈ 9 മണിക്ക് തന്നെ എന്താ പറയുക, ഈ വേനലൊക്കെ വെള്ളവും കൂടി കുറവാണ് നമ്മുടെ കിണറ്റിൽ. മൊത്തത്തിൽ ക്ഷീണം പറ്റുന്നൊരു വേനലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്നിട്ട് എന്ത് ചായ കുടിക്കാതെ അങ്ങനെ വെച്ചിട്ടാണ്? അത് വേണ്ട? ദോശ വേണ്ടേ? രസല്ലേ? സത്യം പറഞ്ഞോ? ചോദിച്ചോട്ടെ, രസമുണ്ടോ? പോരാ, സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ എനിക്ക് തിന്നാതെക്കാനാണ്, അങ്ങാടി പോയിട്ട് തിന്നാനാണ്. രസമുണ്ടോ അല്ലേ? അങ്ങാടി പോയി തിന്നണ്ട, ഇവിടെ നിന്നാൽ മതിയോ? ചായയും കുടിക്കട്ടെ ഇടയ്ക്ക്. നമുക്ക് പരീക്ഷയാണേ അല്ലേ? ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കിയാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് തുടങ്ങട്ടെ. രാവിലെ തന്നെ ഛർദ്ദിച്ചാ? നല്ല ഉണ്ടോ? വിശന്നിട്ട് അവൾക്കിപ്പോൾ നല്ല വിശപ്പാണ് അല്ലേ? ഫുൾ ടൈം വിശപ്പാ? രാവിലേക്ക് ആകുമ്പോഴേക്കുള്ളൂ അല്ലേ? ദോശയടി ദോശ ആര്യ പറഞ്ഞ രസമുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഛർദി അങ്ങോട്ട് പൂർണ്ണമായിട്ട് ക്ലിയർ ആയിട്ടില്ല. അതെന്താ വെച്ചാൽ 3-4 മാസം കഴിയണം. അപ്പോഴേ അത് എന്താ പറയുക, ഒരു നല്ലൊരു രീതിയിൽ ഇങ്ങനെ പോകുള്ളൂ. അതുവരെ കുറച്ച് ഛർദി ക്ഷീണവും കാര്യമൊക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മൾ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റ് അവളെന്നെ ഉണ്ടാക്കണം. അമ്മേൻ്റെ തന്നെ പ്രായമായതല്ലേ, പിന്നെ അമ്മ പിന്നെ അങ്ങനെ എണീക്കായിക്കൊന്നുമില്ല. പക്ഷേ സ്ഥിരമായിട്ട് അമ്മ ഈ തൊഴിലുറപ്പ് ഇതിനൊക്കെ പോയിട്ടേ പ്രായ ആളുകളാണോ
ഒരു ക്ഷീണം ഉണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മൾ തന്നെ പോയി ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുന്നുള്ളൂ, നമുക്കുള്ള ക്ഷീണം നമുക്കറിയാം എത്രയാണുള്ളത്. അപ്പോൾ പിന്നെ ചായ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും, ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പോകുള്ളൂ. അതായത് അമ്മ ഡ്രസ്സൊക്കെ തിരുമ്പി ചോറുണ്ടാക്കി അല്ലേ, അടിച്ചോരി അങ്ങനത്തെ പണികളൊക്കെ എടുക്കുമോ? നേരെ ഉണ്ടെങ്കിൽ തുടച്ചിട്ടൊക്കെ പോകുള്ളൂ. ഞാൻ ഒരു ദിവസം തുടക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ലാതെ മറ്റേ ക്യാമറയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ആക്കി, അത് ഇനി വേണ്ടായിരിക്കും, ഞാൻ കുറേ മുമ്പത്തെ അപ്പോൾ അതുകൊണ്ടത് വേണ്ട. ഇത് എടുക്കുക പോയിന്നേ ഓഫാക്കിയിട്ട് പോണില്ലേ? ആര്യ പൈപ്പ് ഓഫാക്കാൻ പോയതാണ്, അത് ഓഫാക്കിയിട്ട് പോണില്ല പോലെ. പല്ലിനെവിടെ? ഒന്നല്ലേ ഉള്ളു മുന്നിൽ അല്ലേ? ഒന്നല്ലേ? സ്കൂളിൽ ഒപ്പനല്ലേ? എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ അതാണ് രാവിലെ നീച്ച ഉടനെ ബ്രഷ് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. പിന്നെ ഇപ്പോൾ ഓള് മടിയനായ ഇന്നെ ഞാൻ ഓളെ കെട്ടിയോട്ട് ഞാൻ നീച്ചൂല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എനിക്ക് ദോശ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനറിയില്ല. നമ്മൾ ഉണ്ടാക്കിയത് ദോശയാവില്ല, അമ്മ തന്നെ ആകെ മേടിച്ചിട്ടേക്കാരം അമ്മ ഉണ്ടാക്കാൻ. അതാണ് അമ്മ ഉണ്ടാക്കാത്തത്, മനസ്സിലായില്ലേ? ചിലപ്പോൾ ദോശയാവില്ല. എനിക്കിത് ഈ ചായക്കടയൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഞാൻ പിന്നെ അങ്ങാട്ടിൽ നിന്നൊക്കെ കഴിക്കാം. പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊരു വിഷമമാവുമല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനൊന്നും കഴിക്കാതെ നമ്മൾ പോകുമ്പോഴേക്കും ഒരു വിഷമമാവും. അതാണ് സംഭവം. 10 മണി ആവാനായിട്ടോ. 9:50 ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ദോശയും അതിലേക്കുള്ള കുറച്ച് സാമ്പാർ വെച്ചൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആര്യ നല്ല തകൃതിയായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ് അല്ലേ? കണ്ണെയ്താ തുറക്കണ്ട. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവെല്ലെടുത്താണ്. റൗണ്ട് ആയില്ല, അത് അത്യാവശ്യം നല്ല ലെങ്ത്തായിപ്പോയി വീഡിയോ. അപ്പം ഇനി ലെങ്ത്ത് കുറക്കണം, അങ്ങനെ കുറച്ച് പണി. ഒരു 2 ദോശ ഇട്ടില്ല, അത് കൂട്ടി കഴിച്ചിട്ട് നൈസായിട്ട് അത് ലെങ്ത്ത് തുറക്കാം. യൂണിഫോമൊക്കെ ഇട്ട് അങ്ങനെ മുടിയൊക്കെ ഇട്ടിരിക്കണ്, തരാത്തിക്ക് ഇങ്ങനെ കൊള്ളാട്ടകള്. കണ്ണൊക്കെ എഴുതിയിട്ട് 2 പൊട്ടൊക്കെ ഇട്ടിരിക്കണ്. ഒരു പല്ല് പ്രത്യേകം കാണുന്നുണ്ട്. പരീക്ഷല്ലേ? പരീക്ഷ പോവല്ലേ? പോയിക്കോ സമയായി. വളയുണ്ടോ? അതെന്താ മുത്ത് വളയെ? മുത്തന്നെ. അപ്പോൾ ഒരു സ്കൂളിലേക്ക് പോവാം. ഞാനൊന്നും ആയിട്ടില്ല, കുറച്ച് നേരം നിൽക്കണം, അതെ കഴിയുള്ളൂ. അപ്പോൾ അത് റെൻഡർ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, പോകുന്നു. അതാണ് ഇനി അടുത്ത പരിപാടി. അതിന് വണ്ടീൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കണം. വണ്ടീനെ തുടക്കാൻ ബാക്ക് ഇവിടെ ഇത് ഇന്നലെ വാങ്ങിയ ബീട്രൂട്ടിലെ 2 നല്ല 2 പെട്ടെന്ന് അല്ല 2 പാടെ ആക്കണ്ട, 2 പെട്ടെന്ന് തീർത്തുകൊണ്ടത്. കുറച്ച് വാടിയിട്ടില്ലേ? ഇല്ല വാടിയാൽ തോന്നി. മീൻ വാങ്ങിയില്ലേ? ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യട്ടോ. വേറെ അടിപൊളി സംഭവം ഉണ്ടായി. നമ്മളുടെ മൈക്കാണ്. ഇന്നലെ ഞാൻ എൻ്റെ ടീഷർട്ടും വന്ന് ഇവിടെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അത് ഊരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ അമ്മയാണ് അലക്കല്ലേ, അമ്മ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് നേരെ കൊണ്ട് സൂപ്പ് വെള്ളത്തിലിട്ടിച്ചു, രാവിലെ ഇട്ടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് 2 ഉണ്ടാവും, 2 പീസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒന്ന് നമ്മളുടെ ക്യാമ്പിങ്ങിൽ തന്നെ നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതായത് ഇവിടെ അല്ല നമ്മൾ വെക്കുന്ന ഷർട്ടിലൊക്കെ. അപ്പോൾ ആ വള്ളിയും എന്തോ തട്ടിയിട്ട് ഒന്ന് ചാടിപ്പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഒന്നങ്ങനെ ഓൾറെഡി പോയി. ഇനിയിപ്പോൾ ഇതിങ്ങനെ കംപ്ലൈൻറ്റ് ആയോ ഇല്ലെന്ന് കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ ക്ലിയർ ആവും. ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ പഴയൊരു മൈക്കുണ്ട് നമ്മുടെ അടുത്ത്, അത് ഉപയോഗിക്കാം. പിന്നെ നമ്മളൊക്കെ ഇത് ഫസ്റ്റ് നമ്മൾ വാങ്ങിയ ഒരു മൈക്കാണ്. ഇത് നമുക്ക് ചെന്നൈയിൽ നിന്ന് ബാബോട്ടം വാങ്ങി തന്നതാണ്. ആ ഒരു മൈക്ക് നമ്മൾ ചെന്നൈയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതിൽ നമ്മുടെ 2 പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡിജിടെക്കിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ ഇതെന്താ വെച്ചാൽ വെയിറ്റ് കൂടിപ്പോൾ പ്രശ്നം ഉണ്ടായത്. വെയിറ്റ് കൂടി, മറ്റേ സിമ്പിളായിരുന്നു, ഉപയോഗിക്കാനും സുഖമായിരുന്നു. പിന്നെ ഒരു ട്രാൻസ്മിറ്റർ, പിന്നെ അതിലേക്ക് വെയിറ്റ് കണക്ട് ചെയ്യാനുള്ള
ഒരു പിന്നെ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത് കണക്ട് ചെയ്ത് നോക്കാം. മൈക്ക് റെഡിയാക്കലും എഡിറ്റിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്ക് സമയം 12 മണിയായി. ഇനി 12:30 ചോറിൻ്റെ ഇട്ടോടെ ഇറങ്ങാം. അതുപോലെ തന്നെ വണ്ടി തന്നെ ചെറുതായിട്ടൊന്ന് തുടച്ച് ഇതാക്കി. വെയിലുള്ള കൊള്ളണ്ടായി. മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വൈലച്ചെമ്പല്ലാണ് തോന്നുന്നത്. ആവട്ടെ, സമയം ഇപ്പം എത്രയാറോ 12:30 20. പിന്നെ അതിലേക്ക് ഇതാട്ടമ്മ അടുക്കള ചോറ്, പിന്നെ സാമ്പാറേക്കാരം. ഇത് 2 ആയിട്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാം. മസാല കയറ്റി വെച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്താണ്. അതായത് സാമ്പാറുണ്ട്, ഇതല്ല ബീട്രൂട്ട് ഉപ്പേരി, അതുപോലെ തന്നെ മീൻ വറുത്തത്. മീന് പഴക്കണ്ടോ, ഇപ്പോൾ ടേസ്റ്റ് വ്യത്യാസം. ബീട്രൂട്ട് അടിപൊളി. കൂട്ടി കഴിക്കട്ടെ, സമയം 1 മണി ആകാനായി. ഇന്നത്തെ ദിവസം ഓട്ടം സ്വയ്പ്പായി, ഇന്നലെയും ഓട്ടം സ്വയ്പ്പായി. എന്ത് ചെയ്യാൻ. അപ്പം ഞാനങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് എങ്ങനെ അറിയില്ല. വണ്ടീൻ്റെ സൗണ്ടൊക്കെ വരുമ്പോഴേക്ക് നോയ്സ് കൂടുതലാണോ എന്താണെന്നുള്ളത്. മറ്റേ മൈക്കാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. നോക്കാം നമുക്ക്. എന്തായാലും ഞാനിന്ന് ടാർഗറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ടാർഗറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയം തന്നെ 1 മണി ആയില്ലേ. അതായത് 1:10 ഇപ്പം ഈ ഒരു നേരത്തെ നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് ഒരു 500-600 രൂപ വെക്കല്ലേ നമുക്ക്. 600 രൂപ നമുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ കണ്ടാണ്ട് ചെയ്യുവാണെങ്കിൽ അഥവേ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും എന്നുള്ള രീതിയിലായിക്കോട്ടെ നമ്മളുടെ പരിപാടി. ഇത് എൻ്റെ കയ്യിൽ ഒരു മൈക്കും കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു മൈക്ക് റെഡി ആവുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ചാർജിൽ ഇട്ടേച്ചേക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറില്ല, നമ്മൾ മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മൈക്ക് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ഒരു മൈക്കിന്റെ ഒരു പിന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്നില്ല. അത് ഇതുമ്മക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ പിന്നെ അതിൽ കേടില്ലല്ലോ. അപ്പൊ അത് കിട്ടുമോ നോക്കാം. ആ മൈക്ക് കണക്ട് ആവുമോ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് റെഡിയായ ഒന്ന് കംപ്ലൈന്റ് ആവുകയാണ്. എന്താ ചെയ്യാ, ഒന്നും ചെയ്യല്ല. അതൊക്കെ എങ്ങനെയൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ്. നട്ടുച്ച നേരമല്ലേ, നട്ടുച്ച നേരമാണ്. നട്ടുച്ച നേരത്ത് നമ്മളൊരു 14-15 വണ്ടിയൊക്കെ ആയിരിക്കും. സാധാരണ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. വണ്ടിൻ്റെ ഈ ഒരു കോലൊക്കെ കണ്ടിട്ടേ അനക്കല്ലോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉച്ചക്കൊക്കെ അനങ്ങണ്ടാണ്. ചെക്കറൊക്കെ ആക്കണം കയറിക്കണം. ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ മറവിലേക്ക് കയറിക്കുക. വണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടി കഴിയില്ല. ആ വുഡ് നല്ല ചൂടായിട്ടുണ്ടാവും. ഇന്നറിന് ചൂട് നല്ല രീതിയിൽ വരും. അതിനകത്ത് വല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു വണ്ടിയിലും ഡ്രൈവർമാർ ഇരിക്കില്ല, എല്ലാവരും പുറത്തിറങ്ങിയേ നിൽക്കുള്ളൂ. ചേമരെ ഫസ്റ്റ് ഗ്യാപ്പിലാണ്. എന്താ പറയുക, റോട്ടിലും ചൂട്, വണ്ടിയിലും ചൂട്, ഇരിക്കുന്നിടത്തും ചൂട്, മേലെ വുഡും ചൂട്, ഒക്കെ ചൂട്, ആകെ ചൂട്. പൊളിഞ്ഞ് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അവിടെ. കാരണം അതിലൊക്കെ വിളിച്ചിക്കണേ വേഗം ട്രിപ്പും കഴിഞ്ഞ് കരോത്ത് കയറിയിരിക്കുകയാണ്. ആളുകളെ ഈ വെയിലുള്ള നേരത്തൊക്കെ ശരിക്ക് ആളുകൾ വല്ലാതെ നടക്കാൻ വേണ്ടി നിൽക്കില്ല. പക്ഷെ വെയിൽ ഇത്രയും ചൂടുണ്ടായത് കൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങുന്നില്ല. ആരിറങ്ങും ഈ നേരത്തൊക്കെ? അത്യാവശ്യമുള്ളവരൊക്കെ ഇറങ്ങാന്നല്ലാതെ അല്ലാത്തവരൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ട് നോക്കുകയെ. തേങ്ങമാരാ ഒരു 30 റുപ്യൻ്റെ ലോക്കലാണ് നമ്മൾക്ക് കിട്ടിയിരുന്നത്. ഏലാടത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ടൗണിൽ നിന്ന് ഒരു 800 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം അത് കിട്ടി. എന്താ വെച്ചാൽ ടാർഗറ്റ് ഒന്നും നോക്കണ്ട കേട്ടോ. ടാർഗറ്റ് ഒന്നും കിട്ടൂല. അജാതി അവസ്ഥയാണ്. ടാർഗറ്റ് ഒന്നും ഞാൻ മൈൻഡ് തന്നെ എടുക്കണുള്ള, കിട്ടുന്നതിന് ഓടുക അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ടൗണിൽ ഓവാലത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട് 2 അത് ഈ റോഡ്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പോൾ ഈ ഒരു ഹൈവേയിലാണ് ഈ പണി നടക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈപ്പാസിക്ക് റൈറ്റ് തിരിഞ്ഞു പോകണം. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ നേരെ സാധാരണ പോകണ്ടേ. ഇല്ലാന്നാണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് സ്റ്റാൻഡിൽ കൂടെ കയറി പോകാം. ഇല്ല, സ്റ്റാൻഡിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഇതിന്റെ മാർക്കറ്റ് റോഡ് ഉണ്ട്. ഇതൊരു ബൈപ്പാസ് തന്നെയാണ്. ഈ ഒരു ബൈപ്പാസ് വഴി പോകണം. ഞങ്ങളുടെ ഒരു ബസ് സ്റ്റാൻഡാണ്. നിലമ്പൂർ ഭാഗത്തേക്കും മഞ്ചേരി ഭാഗത്തേക്കും ബസ് ഇവിടെ നിന്നാണ് കിട്ടുക. നിലമ്പൂർ ഭാഗത്തേക്കും മഞ്ചേരി ഭാഗത്തേക്കും പോകുന്ന ബസ് ഇവിടെയാണ്. ഈ സ്റ്റാൻഡിലാണ് കയറുക. അങ്ങനെ 2 സ്റ്റാൻഡ് ഉണ്ട് നമുക്ക്. പിന്നെ ഇത് ഞങ്ങളുടെ മാർക്കറ്റ് റോഡ്. ഇവിടെ നമുക്ക് ആദ്യമൊക്കെ ഞങ്ങൾ ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരണമായിരുന്നു. മാർക്കറ്റ് റോഡിൽ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെ ഒന്നല്ല. അപ്പോൾ എല്ലാ റോഡിലും ഓരോന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് റോഡൊക്കെ കാലിയാണ്, ആളുകളൊന്നുമില്ല. ഏറെക്കുറെയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. വണ്ടി തിരക്കില്ല, ഒന്നുമില്ല.
വളരെ വിജനം എന്ന് പറയില്ല നമ്മള്, ആ ഒരു വിജനതയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളെ ടൗണിൽ പുതുതായിട്ട് പണിതതാണ്. ടാക്സി സ്റ്റാൻഡ് ആയിരുന്നു മുമ്പ്, അതിന്റെ മുമ്പ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് യൂട്ട് എടുക്കാം, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതുവഴി ഇങ്ങനെ പോവാം, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്ക് നമ്മളിപ്പോൾ അവിടെ റോഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതിലേക്ക് കയറുന്നതിൽ പ്രശ്നമല്ല, മനസ്സിലായോ? അതിപ്പോൾ ഉണ്ടാക്കി വെച്ച റൂളാണ്. അത് കഴിഞ്ഞാൽ ആ റോഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി പോകാൻ നടക്കൂല. ആ കാറുകാർ ടിക്കറ്റ് ഇട്ട് എന്താ വെച്ചാൽ പേടിക്കാൻ പാടില്ല. പേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെക്കായി പോകും. എല്ലാം പതുക്കെ പോവാം. ഓക്കെ, ഈ നേരത്തെ ചൂടൊക്കെ കുറഞ്ഞ് നല്ല ഒരു കാലാവസ്ഥ, നല്ലൊരു സമയം, ഈവനിങ് നേരമല്ലേ, ഓടാനൊക്കെ പറ്റിയ നല്ല സമയമാണ്. ഇപ്പൊ നല്ല ട്രിപ്പ് കിട്ടിയാണ്ടാണ് പോവാം. നാളെ ലൈനിൽ ഏതാണ്ട് 10, 15, 16, 17, 18ാമത്തെ വണ്ടി ആയിട്ടാണ് തോന്നുന്നു ഞാൻ നിർത്തുന്നത്. അതായത് ഞാൻ അവിടെ ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് 100 മീറ്ററൊക്കെ പോകുന്ന വണ്ടി ലൈൻ എല്ലാ അത്യാവശ്യം. ഞങ്ങളുടെ വണ്ടൂർ ചന്തയുണ്ട് കേട്ടോ. ചന്ത ഉള്ള ദിവസമാണ്, വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചയും ചന്ത ഉണ്ടാവും. ചന്തയിൽ നിന്ന് ആളുകൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോകും. ഞാൻ സാധാരണ ചന്തയിലൊന്നും കയറാറില്ല. ചെങ്ങന്മാരെ സമയം 7:45. ഒരു 60 രൂപയുടെ ട്രിപ്പ് നമുക്ക് ഈ ഒരു നേരത്തെ കിട്ടിയത്. ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല ഇരുടാണ്. 7:45 പക്ഷേ ഒരു കമ്പിക്കാലിന്റെ വെളിച്ചം, പിന്നെ നമ്മുടെ വണ്ടിന്റെ വെളിച്ചം, ഒരു ഓപ്പോസിറ്റിൽ വണ്ടി വരുന്നുണ്ട്, ആ ഒരു വെളിച്ചാണ് ഉള്ളത്. നമ്മുടെ വണ്ടിക്ക് ലൈറ്റ് ഓഫ് ആക്കിയാൽ പോലും ഇങ്ങനെയാണ് കാണുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ അടുത്തൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണില്ലല്ലേ, എന്നെ കാണുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഗോപ്രോ ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഈ ഒരു വിഷയത്തിൽ നല്ല മാറ്റമാണ്. നല്ല മാറ്റമാണ്. ഗോപ്രോയിൽ നമുക്ക് ഈ ഒരു നൈറ്റ് വിഷൻ ഇത്ര അങ്ങോട്ട് വെളിച്ചം ഉണ്ടാവാറില്ല. ഇപ്പൊ അങ്ങ് ആകാശത്തുനിന്ന് ആ ഒരു സൈഡിൽ നിന്ന് ആകാശത്തുനിന്ന് കാണുന്ന ആ ഒരു വെളിച്ചം വരെ നല്ല രീതിയിൽ, അതായത് ടൗണിൽ നിന്ന് പിന്നെ വെളിച്ചമാണ്, അത് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ആളുകളൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് ആ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സമയം ചെങ്ങന്മാരെ 8 മണിയാവാറായി. ഇപ്പോഴും 11 വണ്ടിയുണ്ട്. 11ാമത്തെ വണ്ടിയാണ് നമ്മൾ. നൈറ്റൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ വിഷ്വലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തോന്നിട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എന്താ പറയുക, വേറെ ഏതായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കാട്ടിയിരുന്നു. അപ്പോൾ അതാ പറയുന്നത്, ഈ ഒരു നേരത്ത് പോലും ഇത്രയും വണ്ടിയും അനക്കമല്ല. പിന്നെ ഈ നേരത്തെ എന്തൊരു സുഖം അറിയാം, ചൂടൊന്നും ഇല്ലാതെ അങ്ങനെ തണുത്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുഖം ഉണ്ടല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഈ കമ്പിമ്പോൾ അങ്ങനെ തെറ്റാണ്. വലുതായിട്ട് കണ്ടോ കാലൊക്കെ ആയിട്ട് പൊളിക്കും. ചെങ്ങന്മാരെ ഏതായാലും 10:25 നമ്മൾ വീട്ടിൽ കയറുന്നത്. 2 മക്കളും കിടന്നു ഉറങ്ങി. ഉറങ്ങിയില്ലേ? ആരും ഉറങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ പോകണത് തന്നെ 1:15 നമ്മളവിടെ എത്തിയെന്ന് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1:15, 2:15, 3:15, 4:15, 5:15, 6:15, 7:15, 8:15 വരെ കൂട്ടാൻ നമുക്കല്ലേ. 7 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തത് 400 രൂപയ്ക്ക്. ആരും ഉറങ്ങിയിരിക്കണം. അപ്പോൾ ചൂടായതുകൊണ്ടേ നമ്മളെ കിടത്തി ഉറക്കുമ്പോൾ ഡ്രസ്സൊന്നും മേത്തിടാറില്ല. ചൂടല്ല, ജനൽ വരെ നമ്മൾ തുറന്നത്. പേടിയാണ് സത്യം പറഞ്ഞാൽ. ഈ പാമ്പുകളൊക്കെ ഉണ്ടാവും, ഈ ചൂടാകുമ്പോൾ പാമ്പുകളൊക്കെ നന്നായിട്ട് ഇറങ്ങും. എന്തൊക്കെയായാലും അവളങ്ങനെ കിടക്കുകയാണ്. അവളൊന്നിപ്പോൾ കാണിക്കുള്ള രാവിലെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ഓക്കെ, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.